ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ലൂക്കാ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ കുറ്റക്കാരനായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അപ്പോൾ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണതും അതുപോലെ പീലാത്തോസ് ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി ചേർത്തെന്ന് പറഞ്ഞാൽ തീർത്ത് കളഞ്ഞ് അല്ലേ, രക്തം ചിന്തി മരിക്കാൻ അവർക്ക് ഇടയായി. അപ്പോൾ 2 തരം മരണങ്ങൾ. ഇവിടെ അപകടം മൂലം മരിക്കുകയാണ്, മറ്റേത് കൊല്ലപ്പെടുകയാണ്. രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആളെ തീർത്ത് കളഞ്ഞു. അപ്പോൾ അപകടമരണവും രക്തസാക്ഷിത്വവും 2 തരം മരണമാണ് ഇവിടെ ബൈബിളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് ആ മരിച്ചു പോയവർ മഹാപാപികളായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നിട്ട് അല്ല എന്ന് ഞാൻ പറയുന്നു. കർത്താവ് പറയണേ. ആരെല്ലാം വിധിച്ചാലും കുറ്റം വിധിച്ചാലും ഇതാ ഈ 2 കാര്യത്തിനും കർത്താവ് പറയാണ്. ലൂക്കാ 13:3, ലൂക്കാ 13:5 അല്ല എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് കർത്താവിനേക്കാൾ യേശുവിനേക്കാൾ വലിയ ആളാകരുത്. ഞാൻ നേരത്തെ ഇതുപോലൊരു വീഡിയോ മരണത്തെക്കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് ചിലർക്കെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കിയതായിട്ട് ചില കമൻറ്റുകളിൽ എനിക്ക് മനസ്സിലായി. പക്ഷേ അവർക്ക് അസ്വസ്ഥ ഉണ്ടാവുന്നോ സ്വസ്ഥത ഉണ്ടാവുന്നോ എന്ന് നോക്കിയിട്ട് വചനം ആർക്ക് എന്തുണ്ടാവുമെന്ന് നോക്കിയിട്ട് വചനം പോസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. മാർക്കോസ് 12:24 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇന്ന് ഷൈജു ബ്രദർ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ സഹോദരങ്ങൾ കുവൈറ്റിൽ വെച്ച് മരണമടഞ്ഞ അവിടെ ഫ്ലാറ്റിൽ തീപിടുത്തമുണ്ടായി. അത് അട്ടിമറിയാകാം, ഷോർട്ട് സർക്യൂട്ടോ, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഗ്യാസിൽ നിന്ന് തീ പടർന്നതോ അതും അല്ലെങ്കിൽ ഇനി അട്ടിമറിയോ, അന്വേഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അതെല്ലാം പുറത്തു വരും. ഇതെല്ലാം ഫാസ്റ്റാണ്. പക്ഷേ നഷ്ടപ്പെട്ടത് ജീവനാണ്. അത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ? ഓരോ കുടുംബങ്ങളുടെ അത്താണികളായിരുന്നവർ വളരെ പ്രതീക്ഷകൾ, സമ്മാനങ്ങൾ മേടിച്ചു വെച്ച് വീട്ടിൽ വരാൻ സമ്മാനപ്പൊതികളും ഭക്ഷണ സാധനങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ വിളിക്കുമ്പോഴേ പറയും, പിസ്ത വേണം, ഈന്തപ്പഴം വേണം, കശുവണ്ടിപ്പരിപ്പ് വേണം, ബദാം വേണം, അത് വേണം, ഇത് വേണം. സമ്മാനപ്പൊതികളും മറ്റുമായിട്ട് നാട്ടിലേക്ക് വരാൻ മണിക്കൂറുകളും ദിവസങ്ങളും എണ്ണിക്കഴിഞ്ഞിരുന്നവരുണ്ട്. ഇവിടെ നിന്ന് പോയിട്ട് ഏതാനും മണിക്കൂറുകളും ദിവസങ്ങളും അയാൾ ജോലിയിൽ പ്രവേശിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. ഒരച്ഛൻ്റെ കഥ വായിച്ചു. അച്ഛൻ രക്ഷപ്പെട്ടു, മകൻ വെന്തെരിഞ്ഞു. മോർച്ചറിയിൽ പോയി വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് മോർച്ചറിയിൽ മകൻ്റെ ശവം. ചിലർ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന്, കുവൈറ്റിലുള്ള ആ ഫ്ലാറ്റിൻ്റെ 6 നില ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് മരണപ്പെട്ടവരുണ്ട്. ചാടി 2-ാം നിലയിൽ നിന്നൊക്കെ ചാടിയിട്ട് കൈയും കാലൊക്കെ ഒടിഞ്ഞവരുണ്ട്. ഇനിയും ഗുരുതര അവസ്ഥകളിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, മറ്റ് രാജ്യക്കാരുമുണ്ട്. പക്ഷേ ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും ഇനിയുള്ള കാലം നമ്മുടെ കേരള മക്കൾ, ഇന്ത്യക്കാർ വിദേശ ജോലികളിൽ വിവിധ പദവികൾ അലങ്കരിച്ചുകൊണ്ട്
നമുക്ക് വിദേശ മൂലധനം വരുമാനം നമ്മുടെ നാടിൻ്റെ പ്രധാന ഭാഗമാണ്. അപ്പോൾ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ എണ്ണവും അവസ്ഥയൊക്കെ ഇങ്ങനെയുള്ള ഒരു അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഓർക്കുകയും പറയുകയും ചെയ്യുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചൂടാറിപ്പോവും. അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നാട്ടിലായാലും വിദേശത്തായാലും ന്യായമായിട്ട് അത് കിട്ടുന്നുണ്ടോ, ജോലിയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ട് വന്നാൽ ഈ NRIs അവർക്ക് കിട്ടേണ്ട സംരക്ഷണം അല്ലെങ്കിൽ ജീവിത മാർഗങ്ങൾ എല്ലാം ഒരുക്കി കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ വരുമാനമുള്ള വ്യക്തിയെയാണ്. അപ്പോൾ ഇനി ഭാര്യ ഉണ്ടാകും, ഭാര്യയും മക്കളും ഉണ്ടാകും, ചിലയിടത്ത് അച്ഛനും അമ്മയും ഭാര്യയും ഉണ്ടാകും. കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നവരുണ്ട്, വീട് പണിതിട്ട് പരതാമസം നടത്താൻ ആൾ വരാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്, വീട് പണിയാൻ കല്ലിട്ടിട്ട് പോയവരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത. ഞാനിപ്പോൾ ഇന്ന് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഉപവാസ ധ്യാനത്തിൽ വെള്ളിയാഴ്ച ദിവസത്തെ ഏകദിനത്തിൽ പ്രസംഗിക്കാൻ ഉള്ള അവസരം ഉണ്ടായി. പക്ഷെ സത്യത്തിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കരഞ്ഞുപോയി. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സങ്കടം മാഞ്ഞു പോയിട്ടില്ല. എൻ്റെ മകളുടെ ഭർത്താവ് 4 മാസം മുമ്പാണ് കുവൈറ്റിൽ വെച്ച് മരണപ്പെട്ട ആ ഒരു എയർപോർട്ടിൽ വന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ യാത്രയാക്കിയ സീനെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മങ്ങി മറഞ്ഞു വന്നു. കരയാത്തവനും കരഞ്ഞു പോകും. കൊണ്ടുപോയി അവനെ യാത്രയാക്കിയപ്പോൾ തിരിച്ചു വരവ് തൊട്ടടുത്ത ദിവസങ്ങളിൽ സ്വപ്നം കണ്ടിരുന്ന സ്ഥാനത്ത് ചലനമറ്റ മൃതശരീരമാണ് എംബാം ചെയ്ത് ആ എയർപോർട്ടിൽ ആംബുലൻസിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ മുറിപ്പാടുകൾ ഉണങ്ങിയിട്ടില്ല. തീർത്താൽ തീരാത്ത വേദനയും നഷ്ടവും മുറിപ്പാടുകളുമാണ്. അപ്പോൾ ഇത്രയും കുടുംബങ്ങളിലെ 1ഉം 2ഉം പേരും അതിലധികം പേരും ഒരു സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്നവർ അതും കുവൈറ്റിൽ വെച്ച് തന്നെയാണ് മരണപ്പെട്ടു വന്നത്. ആ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ ഉറക്കത്തിൽ മരണം വന്ന് അവരെ മാടി വിളിച്ചു. ആ കുടുംബങ്ങളോടുള്ള അനുശോചനം പ്രയർ ഗ്രൂപ്പിൻ്റെ പേരിൽ, സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ പേരിൽ രേഖപ്പെടുത്തുകയും പകരം വെക്കാനൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല, എനിക്കറിയാം. അതുപോലെ എൻ്റെ അപ്പച്ചൻ ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഇപ്പോൾ 19.5 വർഷമായി. അപ്പനും അമ്മയും ആക്സിഡൻറ്റിൽ പെട്ടു. അമ്മയാണ് മരിച്ചതെന്ന് എല്ലാവരും കാഴ്ച കണ്ടിട്ട് പറഞ്ഞത്. കിടപ്പ് അങ്ങനെയായിരുന്നു. പക്ഷേ അപ്പൻ അന്ന് തന്നെ മരിച്ചു. അമ്മ വീണ്ടും കുറേ വർഷം കൂടെ ജീവിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രവചനാതീതമാണ്. പക്ഷേ എൻ്റെ അപ്പം മരിക്കുന്നതിൻ്റെ തലേ ദിവസം മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗമോ, തീപ്പൊള്ളി മരിച്ചാൽ, വണ്ടിയിടിച്ച് മരിച്ചാൽ, വെള്ളത്തിൽ വീണ് മരിച്ചാൽ, ആരെങ്കിലും തല്ലിക്കൊന്നാൽ അതൊന്നും ദുർമരണമല്ല. അപ്പം പ്രസംഗിച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസം അതേ സമയത്ത് ആളുടെ ബോഡി വീട്ടിൽ വെച്ചേക്കണം. ആൾ മരിച്ചു. അടുത്ത ആളെ വെക്കാനുള്ള സ്ഥലം കാണട്ടെ എന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ ആണ്ടായിരുന്നു. അവിടെ അമ്മയുടെ കുഴി ചിന്തേരിയുടെ അങ്ങേ മൂലക്കൊരു സ്ഥലത്താണ്. അപ്പോൾ എവിടം വരെ ആയെന്ന് നോക്കിയിട്ട് എൻ്റെ ഒരു പരിചയക്കാരൻ അച്ഛൻ, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റാണ്, വൈദികൻ. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് അടുത്ത വെക്കാനുള്ള സ്ഥലം കുഴി കാണാൻ എന്നും പറഞ്ഞ് വന്ന അപ്പനെ അച്ഛൻ്റെ അമ്മയുടെ തൊട്ടരികിലെ കുഴി അടുത്ത ദിവസം കൊണ്ടുവന്ന് കണ്ടിട്ട് പോയ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിൽ ഈ കുവൈറ്റ് സംഭവത്തിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴും പച്ച പിടിച്ച് കിടക്കുന്ന ദുഃഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രഭാഷകം 38 പറയുന്നത് 1-2 ദിവസം ദുഃഖം ആചരിക്കുക, മൃതദേഹം സമാർഹമായിട്ട് സംസ്കരിക്കുക. അല്ലാതെ മരിച്ചവരെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ, നമ്മൾ ഇവരുടെ ഉടമസ്ഥരല്ലല്ലോ. ദൈവം ഇത്രയും നാൾ അവരെ കൂടെ ജീവിക്കാൻ അവർക്ക് നമ്മളെയും തന്നതിന് ദൈവത്തിന് നന്ദി പറയുക. അതേ ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആരെയും നമ്മൾ വഴക്ക് വിചാരിച്ചിട്ടോ പരിഭവം പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം മരണം വന്നു മുട്ടി വിളിച്ചാൽ എത്ര വലിയ പരമപരിശുദ്ധനായാലും മരണമില്ലാത്ത ആരുമില്ല. ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്, യേശു ഉയർപ്പിച്ച ലാസർ പോലും മരിച്ചു. യേശു ലാസറിനെ ഉയർപ്പിച്ചു. യേശു ഉയർപ്പിച്ച ജായിറൂസിൻ്റെ കൊച്ചുമകളും മരിച്ചു. 12 വയസ്സുള്ള കുട്ടിയെ ഉയർപ്പിച്ചു. ഈശോ വിധവയുടെ ഏക മകനെ യേശു ഉയർപ്പിച്ചതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്. അവനും പിന്നീട് മരിച്ചു. യേശു ഉയർപ്പിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ ഒരു അനുഭവം
ഒരു പൂർണ്ണത, ഇത് ഒരു കടന്നുപോക്ക് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ പ്രഭാഷകൻ 38:16 മുതൽ 38 അധ്യായം മകനെ മരിച്ചവരെ ഓർത്ത് കരയുക. കരഞ്ഞു പോട്ടെ, ഇല്ലെങ്കിൽ വല്ല അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരും. മാറാത്ത, ചികിത്സിച്ചിട്ടും ഫലം കിട്ടാത്ത തരത്തിലുള്ള വേദനയും രോഗം ഓടിക്കളിക്കും. കഠിനവേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക. അത്രക്ക് എനിക്ക് അനുഭവങ്ങളുള്ളത്. എൻ്റെ പെങ്ങൾ മരിച്ചുപോയി, 38 വയസ്സായിരുന്നു. ക്യാൻസർ മാറി രക്ഷപ്പെട്ടിട്ട്, പക്ഷേ വീണ്ടും പ്രസവത്തെ തുടർന്ന് 3ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാണ്, ഈ കുഞ്ഞിനെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം അന്ന് ആയുസ് വർദ്ധിപ്പിച്ചു കൊടുത്തതാണ്. ഒരു കുഞ്ഞും കൂടെ ക്യാൻസർ വന്ന് മരിച്ചെന്ന് വിധി എഴുതിയ ആൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട്, തലയിലായിരുന്നു ക്യാൻസർ ട്യൂമർ, സുഖപ്പെട്ടിട്ട് വീണ്ടും മരണം വന്ന് മുട്ടി വിളിച്ച് ഡൗണായി പോയി. കുഞ്ഞ് രക്ഷപ്പെട്ടു, അമ്മ മരിച്ചു. അപ്പോൾ നമുക്കിതിനൊന്നും ഒരു ഡെഫിനേഷനൊന്നും കൊടുക്കാൻ പറ്റില്ല. പലരും പല ഡെഫിനേഷനും കൊടുക്കും. അതെല്ലാം അപൂർണമാണ്. അപ്പം നിൻ്റെ 38ാമത്തെ വയസ്സിൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ സ്ഥാനത്ത്, അമ്മേനേക്കാൾ കൂടുതൽ അമ്മക്കന്ന് എപ്പോഴും അസുഖങ്ങളായിരുന്നു. എടുത്തു കൊണ്ട് നടന്ന, വളർത്തിയ, കുളിപ്പിച്ച ആ കുഞ്ഞ്, ആ പെങ്ങളും പോയി. നിൻ്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയും. ഇപ്പോൾ തൊട്ടടുത്ത് 4 മാസം മുമ്പ് മകളുടെ ഭർത്താവും മരിച്ചു. അതുപോലെ എന്നെ മുട്ടി വിളിച്ചതാണ്, വലിയ അപകടത്തിൽ നിന്നൊക്കെ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ആയുസ്സൊന്ന് നീട്ടിത്തന്നു. അപകടമൊക്കെ പറ്റി ഒടിഞ്ഞു പറഞ്ഞു പോയതാണ്. ദൈവം അതിൽ നിന്ന് ഇങ്ങനെ ഇരുത്തി, കാണുമ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല എങ്കിലും കുടഞ്ഞ് പെറുക്കിയിട്ട് വിട്ടിട്ട് പോയെന്ന് പറയാൻ പറ്റും. അതുപോലെ മരണം മുട്ടി വിളിച്ച അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്നതാണ്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യതയ്ക്കനുസൃതം 1-2 ദിവസം ദുഃഖം ആചരിക്കുക. ആളുകളെ കൊണ്ട് പറയിക്കരുതെന്ന് പറയും അല്ലേ. പിന്നെ ആശ്വസിക്കുക. അതായത് മരണം ഉറപ്പുള്ള കാര്യം. ഒരുപാട് പാപത്തിലൊക്കെ വീണ്, ഒരുപാട് പരീക്ഷണങ്ങളിൽ പെട്ട്, ഒരുപാട് നാൾ വരെയും ജീവിക്കുന്നതിനേക്കാൾ നേരത്തെ പോകുമ്പോഴും അതിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു, ഹൃദയവേദന ശക്തി കെടുത്തുന്നു, വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ മരിച്ചവരെ ഇപ്പോഴും വിട്ടുകൊടുക്കാതെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് പാപമാണ്. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. ഉടമസ്ഥൻ ദൈവം തന്നെ, നമ്മൾ നോട്ടക്കാർ മാത്രമോ. സെക്യൂരിറ്റി ജോലിക്ക് നിൽക്കുന്നവൻ ഉടമസ്ഥനാണെന്ന് പറഞ്ഞാൽ വല്ലവരും അംഗീകരിക്കുമോ? ഇത് തന്നെയാണ്. അപ്പം നമ്മൾ നോട്ടക്കാർ മാത്രം. അത് മക്കളായാലും ഭാര്യയായാലും. എൻ്റെ മരുമകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വിളിച്ചവരുടെ കൂട്ടത്തിൽ 15 വയസ്സോ മറ്റുള്ള ഒരു മകൻ മരിച്ച കഥയുമായിട്ട് ഒരമ്മ എന്നെ വിളിച്ചത് ഓർക്കുകയാണ്. ആ സ്ത്രീയുടെ മകൻ വഴിയിൽ നിൽക്കുമ്പോൾ ഒരു കാറ് നിയന്ത്രണം വിട്ട് വന്ന് പാഞ്ഞ് കയറി മരിച്ചു. അവിടെ റോഡ് സൈഡിൽ ഒതുങ്ങി എന്തോ ആവശ്യത്തിന് നിൽക്കണമായിരുന്നു, പരമാവധി ഒതുങ്ങി. പക്ഷേ നിയന്ത്രണം വിട്ട കാറ് വന്ന് കയറി ആ മകൻ തൽക്ഷണം മരിച്ചു. ഞാൻ ഓർക്കാൻ ഒരമ്മേനെ ഇവിടെ താങ്ങിപ്പിടിച്ച് പിന്നെ ഏതാനും പേര് കൊണ്ടുവന്നത്. കാരണം അവരുടെ ഏക മകൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാർ ഫോൺ ചെയ്തപ്പോൾ ഈ മരട്ടിന്നാണ്, ഇപ്പം വരാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നെ കാണുന്നത് കൂട്ടുകാരൊക്കെ ആ കൂട്ടത്തിൽ അപകടത്തിൽ, ആ വിളിച്ചവർ അവൻ്റെ കൂടെ കാറിലുണ്ടായിരുന്നവർ തൽക്ഷണം മരിച്ചു. ഈ മകൻ പിന്നെ പരിക്കേറ്റ് ഗുരുതരമായ അവസ്ഥയിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഉള്ളത് മുഴുവൻ വിറ്റാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏക മകനെ തിരിച്ച് കിട്ടണമെന്ന്. അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. അവസാനം ആളും പോയി, വീടും പോയി, കിടപ്പാടില്ല. ഇന്ന് ആ അപ്പനും അമ്മയും വാടക താമസിക്കുക. ശ്വാസം കിട്ടുന്നില്ല, എന്ത് ചെയ്യാനാ, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും. അപ്പോൾ കൊണ്ടുവന്നത് ഓർക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് അന്നവർ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മകൻ ഇപ്പോഴും ഉണ്ടായാനെ. വിളിച്ചവരും പോയ മകൻ ആ കൂട്ടത്തിൽ അവരെക്കാൾ വൈകിയാണ് മരിച്ചത്, അപകടം പറ്റി ഗുരുതരാവസ്ഥയിൽ. എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ അപ്പനും അമ്മയും കൂടെ പെങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഗർഭിണിയായിരുന്നതിൻ്റെ ചടങ്ങിന് വേണ്ടി 7ാം മാസം ബന്ധുവീട്ടിൽ ആലോചിക്കാൻ ക്ഷണിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഇപ്പം പോകണ്ട, ഈ തിരക്കുടിച്ച് പോകണ എന്തിനാ, വെയിലൊക്കെ അറിയിട്ട് വൈകുന്നേരമായിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പന് നട്ടുച്ചക്ക് പോയേ പറ്റൂ. എന്താ എൻ്റെ അമ്മ പറയുമായിരുന്നു, അമ്മ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അന്ന് നീ പറഞ്ഞത് കേട്ടെങ്കിൽ അപ്പൻ ഇപ്പോഴും ജീവിച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞ് അമ്മ അങ്ങനെയൊന്നും പറയല്ലേ, അത് സമയമായി, ആർക്കും ഒന്നും ചെയ്യാനായിട്ട്
പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മകനെയും പിടിച്ച് വലിച്ച് കയറ്റിയതാണ് മുമ്പിൽ. പക്ഷേ ഞാൻ അവനെ പിടിച്ച് വലിച്ച് ഇറക്കിയിട്ട് നിങ്ങൾ പോയിട്ട് വാ എന്നും പറഞ്ഞ് അങ്ങനെ അമ്മ പുറകെ ഓടിക്കൊണ്ട് സാരി ഉടുത്ത് തീർന്നില്ല, കഷ്ടപ്പെട്ട് പുറകെ ഓടിപ്പോയതാണ്. എന്തൊരു പോക്കാണ്, എന്ത് തിരക്കാണെന്നും പറഞ്ഞ് എല്ലാം ചെയ്ത് തീർക്കാനുള്ള ഒരു തിരക്കായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം. പല കാര്യങ്ങളും അങ്ങനെയാണ് സംസാരിച്ചതും ചെയ്തതും. മരണത്തെക്കുറിച്ച് ഒരു ഒരുക്കം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കാർ വന്ന് തട്ടി സ്കൂട്ടറിൽ തിരിച്ചു വരുമ്പോൾ അന്ന് മരിച്ചു. അതുകൊണ്ട് ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള അനുഭാവം അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ വിഷമിക്കേണ്ട. സൃഷ്ടാവായ ദൈവം ജീവനോടെ ഇരുന്നാലും മരണപ്പെട്ടാലും ആ ദൈവത്തിനൊരു തീരുമാനമുണ്ട്. പള്ളി അടച്ചു പോകുമ്പോൾ കപ്പ്യാർ തിരിയെടുത്ത് ആൾത്താരയിൽ നിന്ന് എടുത്ത് കെടുത്തി വെക്കും. എന്തിനാ? അത് ഉപേക്ഷിച്ച് കളയാനല്ല, നശിപ്പിച്ച് കളയാനല്ല. അടുത്ത വിശുദ്ധ കുർബാന ആരാധന വരുമ്പോൾ എടുത്ത് കത്തിച്ച് വെക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട തീരുമാനിച്ച സമയത്ത് വിളിക്കും. അത് ഗൾഫിലായിരുന്നാലും റഷ്യയിലായിരുന്നാലും കാനഡയിലായിരുന്നാലും USA എറണാകുളത്തായിരുന്നാലും വിളി കിട്ടിയാൽ പോയേ പറ്റൂ. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി വീട്ടിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 എക്കിള് വന്നു. അപ്പോൾ തന്നെ മറിഞ്ഞു വീണ് മരിച്ചു. എങ്ങനെ വേണേലും ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷെ അറ്റാക്കായിരുന്നെന്നാ, എക്കിളല്ല അറ്റാക്കായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും പോയേ പറ്റൂ. ചിലപ്പോൾ കൂട്ടത്തോടെ വിളിക്കും, ചിലപ്പോൾ ഒറ്റക്ക് വിളിക്കും. തിരിച്ചു വരവ് അസാധ്യമെന്ന് ഓർക്കുക. ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. ഏത് ദുഃഖത്തിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ് അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. പാമ്പ് കടിയേറ്റ മകനെ ആശുപത്രിയിൽ എത്തിച്ച്, എറണാകുളത്ത് നടന്ന സംഭവമാണ്. ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ആ അമ്മേനെ താങ്ങിപ്പിടിച്ച് പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. എങ്ങനെ ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, തന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഈ മരണത്തോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ ഏക മകൻ പള്ളിമുറ്റത്ത് വന്ന് ചവിട്ടിയിരുന്നത് പാമ്പിൻ്റെ പുറത്തായിപ്പോയി. സന്ധ്യാസമയത്ത് കൂട്ടുകാരെ കൂടി പാമ്പ് കടിയേറ്റു. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട സമയത്ത് അറ്റാക്ക് വന്ന് മരിച്ചു. ഡിസ്ചാർജ് ആകാറായവൻ അറ്റാക്ക് വന്നു. എങ്ങനെ ഇതിനെ നിർവചിക്കും? എന്ത് മറുപടി പറയും? അപ്പോൾ ഏത് രൂപത്തിലും ഏത് അപകടമായിട്ടോ രോഗമായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു എക്കിളായിട്ടോ ഒന്നുമില്ല. പെട്ടെന്ന് മറിഞ്ഞു വീണോ, വേറെ എന്തെങ്കിലും വന്ന് പതിച്ചോ, ഓടിപ്പോയ വണ്ടിയുടെ വീല് വിട്ട് സ്റ്റെപ്പിനി ടയർ തെറിച്ച് വന്നിട്ട് അടിച്ചുകൊണ്ട് മരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയും വരാം, എന്തും വരാം. സിഗ്നൽ തെറ്റി വന്ന് ഉണ്ടായി അവസ്ഥ. എൻ്റെ ഒരു സുഹൃത്ത് വേറെ വണ്ടി വന്ന് ഇടിച്ച് വണ്ടി ഇഞ്ച വഞ്ചീസായിപ്പോയി. 10 പൈസ മേടിച്ചില്ല, ക്ലെയിമിനും പോയില്ല. അയാൾ പറഞ്ഞതാ, ഒരു പോറലേക്കാതെ ഈ വൈറ്റില ജംഗ്ഷനിൽ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. കേസിനും പോയില്ല, അടിക്കാനും പോയില്ല. എല്ലാവരും പറഞ്ഞ് അവനെ തീർത്ത് കളയും, അവൻ തെറ്റിച്ചു വന്നാണെന്ന് പറഞ്ഞു. വണ്ടി സ്വയം കയ്യിൽ നിന്ന് കാശ് മുടക്കി പണിതെടുത്തു. ജീവൻ തിരിച്ചു തന്നു ദൈവം. ഇനി ആരുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ് അസാധ്യമാണെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. അത് ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ അവരെ ഉപദ്രവിക്കുന്നില്ല. സങ്കടം കഠിനമായ ദുഃഖത്തോടെ കരഞ്ഞു പോകണമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമായി നീണ്ടു പോയാൽ ഇല്ല. ഇവിടെ ഒരു സഹോദരി വന്നവർക്കാണ്, ഷിപ്പ് യാർഡിലാണ് അവരുടെ ഏതാനും പേര് ഇതുപോലെ കൊണ്ടുവന്ന പല കേസുകൾ ഇതുപോലെ വരാറുണ്ട്. പക്ഷേ ഞാൻ തന്നെ വിചാരിക്കും, ഇത് എങ്ങനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും, എങ്ങനെ മാറ്റം വരുമെന്ന്. എന്ത് പറഞ്ഞിട്ടും മാറാത്തത് യേശുവിൻ്റെ നാമം പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുടുകൂടാ കണ്ണുനീരൊഴുകി. ചിലത് ബോധരഹിതമായിട്ട് മറിഞ്ഞു വീണ് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ എല്ലാത്തിൽ നിന്നും വിടുതൽ നേടിയ അവസ്ഥകളുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ചവർ പോലും ഉണ്ട്, പ്രിയപ്പെട്ടവരുടെ വേർപാട് പോലും. പക്ഷെ അതൊരു പരിഹാരമാണോ? അല്ല. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറഞ്ഞ് അല്ലെങ്കിൽ ഭാഷാവർത്തി സ്തുതിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൊളിച്ചു മാറ്റിയതുപോലെ ആ ദുഃഖത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടി. അതിലൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഷിപ്പ് യാർഡിൽ ജോലിയെടുക്കുന്ന ഹസ്ബൻഡ് എന്തോ നോക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഇറങ്ങുന്നു. മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വല്ല മീനെ പിടിക്കാനായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. അതിലിറങ്ങേണ്ട ഒരു ആവശ്യമില്ല. അതിൽ കൂടി ജ്യൂസ് പോലെ വലിച്ച് ശവസംസ്കാരം നടത്താൻ മൃതശരീരമല്ല കിട്ടിയത്. അതിൻ്റെ ഇഞ്ചവഞ്ചീസായ മിക്സിയിലടിച്ച തേങ്ങ പാല് പോലെ ഇഞ്ചവഞ്ചീസായ പെട്ടിയുടെ പുറത്തൊരു പടം
ആണ് ഒട്ടിച്ചിരുന്നത്. ഒന്നും മുഖം പോലും കാണാൻ പറ്റാതെ. കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാളൊന്നും ജീവിച്ചില്ല. എന്തിനാ ചേട്ടൻ ആ സമയത്ത് ഇറങ്ങിയത്? വല്ല എന്തെങ്കിലും എടുക്കാനാണോ, മീനെ പിടിക്കാനാണോ, അതൊരു തോന്നലാണോ? ആ പവർഫുള്ളായിട്ട് ഷിപ്പ് വന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ചാലിൽ പവർഫുള്ളായിട്ടുള്ള കഷ്ണം പോലും കിട്ടത്തില്ല, സക്ക് ചെയ്തെടുക്കുന്ന പമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ കൂടെ കാന്തം വലിക്കുന്നത് പോലെ അതിനേക്കാൾ ശക്തിയോടെ വലിച്ച് ജ്യൂസ് അടിച്ച പോലെ മരിച്ചുപോയി. അപ്പോൾ തിരിച്ചു വരവ് അസാധ്യമെന്ന് ഓർക്കാം. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എൻ്റെ അവസാനം അനുസ്മരിക്കുക, നിൻ്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ ഇന്നും നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. ഇനി അതുമാത്രം നിവർത്തിയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 24-25 വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിക്കുക, മരിച്ചാലും ജീവിക്കും. നമ്മളെന്ത് ചെയ്യണം? നമ്മളീ കൂടെയുള്ള നന്മ പ്രവൃത്തികൾ കൊണ്ട് പരിഹാരങ്ങളൊക്കെ കാഴ്ചവെച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ ആ ബോധ്യം നമുക്കുണ്ടാകണം. മരിച്ചത് നിത്യനാശമല്ല, നിത്യനാശമല്ല. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇതാ ശാരീരികമായ വേർപാട് നാശമായിട്ടൊക്കെ കരുതുന്നവരുണ്ട്. ഇന്നലെ ഞാനൊരു മരിച്ച വീട് സന്ദർശിച്ചു. ആൾക്കൂട്ടം കണ്ട് അറിഞ്ഞു ചെന്നപ്പോഴാണ് ഇവിടെ CKC പൊന്നുരുന്തി CKC സ്കൂളിൽ പഠിക്കുന്ന 11 വയസ്സുള്ള കുട്ടി. കുർബാന കേളപ്പാടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. രാത്രി 10 മണിയായി കാണും. അതിൻ്റെ 9 ദിവസം കഴളംകുള്ളത്തുള്ള വാടക കൊടുത്തിരിക്കുന്ന കട ഡെയിലി വാടക കിട്ടും. അതിൻ്റെ വാടക മേടിക്കാൻ പോയപ്പോൾ മോനും അപ്പൻ്റെ കൂടെ ചാടിക്കയറി. 46 വയസ്സുള്ള മകനും അപ്പനും 11 വയസ്സുള്ള മകനും. 46 വയസ്സുള്ള അപ്പനും 11 വയസ്സുള്ള മകനും പൊന്നുരുന്തി പാലത്തിൽ വെച്ച്, വയറ്റിലൊക്കെ എടുത്ത് പൊന്നുരുന്തി പാലത്തിൽ വെച്ച് ഒരു ജീപ്പ് വന്നിടിച്ചു. ജീപ്പുകാരൻ നല്ല മദ്യലഹരിയിലായിരുന്നു എന്ന് ഇന്ന് പത്രത്തിലുണ്ട്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതാ 2 ജീവനാണ് പൊലിഞ്ഞത്. എന്നോട് അത് ആ സമീപത്തെ കടയിലെ ആൾ പറഞ്ഞ ഇതാണ്. ആ ഇടിയിൽ തെറിച്ചു പോയി പാലത്തിൻ്റെ കൈവരിയിൽ തലയടിച്ച് ആ മനുഷ്യനോടെ മരിച്ചു. മകൻ പിന്നെ ആശുപത്രിയിലെത്തി മരിച്ചെന്ന് പറഞ്ഞത്. അങ്ങനെയാകട്ടെ, മുമ്പായാലും പിമ്പായാലും മരണം കള്ളനെ പോലെ കടന്നു വന്നു. ആ അപ്പൻ്റെ ശരീരം തൊട്ടരികിലും മകൻ്റെ ശരീരം കിടത്തിയിരിക്കുന്നു. കണ്ടിട്ട് കണ്ണീരടക്കാൻ പറ്റാത്തവരാരുമില്ല. വന്നവർ കണ്ണീരും തുടച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ. ഇന്നലെ ആയിരുന്നു ആ മൃതസംസ്കാരം. മനുഷ്യരൊക്കെ ഒന്ന് പച്ച പിടിച്ച് രക്ഷപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും മടക്കയാത്ര പറയേണ്ടി വരുന്ന അങ്ങനെ എത്രയോ ജീവിതങ്ങൾ. ഇപ്പോൾ ഈ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ, പെട്ടിയും സമ്മാനങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് പ്രിയപ്പെട്ടവർ കാത്തിരുന്ന പലരും അവരുടെ ആ ചലനമറ്റ കത്തിക്കരിഞ്ഞ രൂപം പോയ ശരീരങ്ങൾ അല്ലെങ്കിൽ പുകയിൽ ശ്വാസം മുട്ടി മരിച്ച ആ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ടവരുടെ മനോവ്യത ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. കാരണം എൻ്റെ മകളെ ആശ്വസിപ്പിക്കാൻ എന്ത് പറഞ്ഞു കൊടുത്ത് ആശ്വസിപ്പിക്കും? മാതാപിതാക്കളായ എൻ്റെ മരുമകൻ 4 മാസം മുമ്പ് കുവൈറ്റിൽ വെച്ച് മരിച്ച് നാട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവന്നു. 3-ാമത്തെ ദിവസം കൊണ്ടുവന്നു. എന്ത് പറഞ്ഞ് ഈ മകളെ ആശ്വസിപ്പിക്കും? ഇനി ഞങ്ങൾ എന്ത് തീരുമാനമെടുക്കും? ഒരുപാട് സ്വപ്നങ്ങൾ മുന്നിലുണ്ടായിരുന്നു. അവളെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പറ്റില്ല, നോക്കട്ടെ, ഉറപ്പില്ലെന്നൊക്കെ പറയും. പക്ഷെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ പോകേണ്ടി വന്നു. മടക്കയാത്രയ്ക്ക് സമയമായി. അപ്പോൾ മരണം വരും ഒരു നാൾ, ഓർക്കുക മർത്യ നീ പറഞ്ഞ് പാടൂലേ? സമയമാം രഥത്തിൽ ഞാൻ
സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ജോബിൻ്റെ പുസ്തകം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ. അപ്പോൾ ഇങ്ങനെ അപകടത്തിൽ മരിച്ചു പോയല്ലോ, ആത്മാവ് നശിച്ചു പോയോ, ചിലരൊക്കെ ശത്രുതയുള്ളവർക്ക് പോലും മനസ്സലിവ് വരുന്ന സമയമാണ്. അല്ലെങ്കിൽ ചിലരൊക്കെ ചിന്തിക്കും, ഇനി ആത്മാവ് രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ, അപകടത്തിലാണല്ലോ മരിച്ചത്. അതിൻ്റെ മറുപടി വേണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം. കാരണം ഇത് വളച്ചൊടിച്ച് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണക്കൊള്ളയോ ഊറ്റിയെടുക്കാനോ മറ്റെന്തെങ്കിലും കൂടുതൽ ഉദ്ദേശങ്ങളുള്ളവർ തെറ്റായ പ്രബോധനങ്ങൾ തരും. അതിലാരും വീണു പോകരുത്. എന്തെങ്കിലും ദുരുദ്ദേശങ്ങളോ അറിവുകേടോ ആയിരിക്കാം. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നോട് ഒരാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ബ്രദറിൻ്റെ അപ്പം മരിച്ചതിനെക്കുറിച്ച് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വേഗം വന്നാൽ പിടിക്കാം, നല്ല ഡോസ് കൊടുക്കണം എന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, നമ്മളൊന്നും ചെയ്യണ്ട, എൻ്റെ അപ്പം അപകടത്തിൽ മരിച്ചതിനെക്കുറിച്ച് ദുർമരണമാണെന്നും പറഞ്ഞ് ഒരു ശുശ്രൂഷകൻ അയാൾക്ക് അറിവില്ലാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞ്, അത് നമ്മളല്ല ചോദിക്കേണ്ടത്. ആരാ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ബൈബിളും പിടിച്ച് മരിച്ച് വീണ പ്രസംഗരെക്കുറിച്ച് അറിയാം, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടച്ച് വീണവരെക്കുറിച്ച് അറിയാം. ആരും പുണ്യാളന്മാരല്ല. പൂർണ്ണതയിലേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ, ഒന്നും പറയണ്ട. പക്ഷേ പിന്നീട് അറിയാൻ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വേറൊരു വൈദികനുമായിട്ട് ബന്ധപ്പെട്ട വളച്ചൊടിച്ച രീതിയിൽ വൈദികനെ താറടിച്ച് കളയുന്ന പോലെ പ്രസംഗിച്ചപ്പോൾ നാളുകളായിട്ട് പ്രസംഗിച്ചിരുന്ന ആളെ എന്നേക്കുമായിട്ട് അവിടുന്ന് വേരോടെ പിഴുത് ഓടിച്ച് ശുശ്രൂഷകൾ രൂപതയിൽ തന്നെ പിന്നെ ഇല്ലാതായെന്ന്. അതുകൊണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും പറയാനും എന്തോരം കാര്യമുണ്ട്. നമ്മളാണ് വിധിയാളൻ. ആരെയും വിധിക്കരുത്. വേദനിച്ചിരിക്കുന്ന മനസ്സുകളിൽ എന്താണ് കത്തുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കരുതെന്ന് പറയും. പെര കത്തുമ്പോൾ വാഴ വെട്ടരുതെന്ന് പറയും. അങ്ങനെ വെട്ടുന്നവരുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക, നുളയിലേ നുള്ളിയേക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. നീതിയും അനീതിയും നിശ്ചയിക്കുന്നത് ഗൾഫിൽ വെച്ച് മരിച്ചോ, നാട്ടിൽ വെച്ച് മരിച്ചോ, അപകടത്തിൽ മരിച്ചോ, അല്ലാതെ മരിച്ചോ എന്നല്ല. അത് സംശയമുള്ളവരാണ്. നേരത്തെ പറഞ്ഞ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം എടുത്ത് ഒരു 10 തവണ മനസ്സിരുത്തി വായിച്ചോ. ഒരു തവണ വായിച്ചാൽ ചിലപ്പോൾ അവർക്കത് പിടികിട്ടണമെന്നില്ല. മരണത്തെക്കുറിച്ച് കർത്താവായ ദൈവം തമ്പുരാൻ യേശു തന്നെ ഗലീലക്കാരുടെ മരണത്തെക്കുറിച്ച്, അവരുടെ ബലികളിൽ പീലാത്തോസ് രക്തം ചേർത്തതിനെക്കുറിച്ചും, അതുപോലെ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞ് ചിലപ്പോൾ നിരപരാധികൾ വായാ മനസ്സറിയാത്ത അവരായിരിക്കും മരിച്ചിരിക്കുന്നത്. പണിയിലെ തകരാറോ അന്യായമോ അല്ലെങ്കിൽ ഉറപ്പില്ലാതെ പണിതതോ മായം ചേർത്തതോ ക്രമക്കേട് കാണിച്ചതോ ഒക്കെ അപകടത്തിന് കാരണമാകുമെങ്കിൽ അതിൽപ്പെട്ട് മരിച്ചവരെ വിധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്കറിയാം, ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. വല്ല അട്ടിമറിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കാരുടെ അശ്രദ്ധയാണോ, പിന്നെ ട്രിപ്പാകാതെ വയറിംഗ് ഒക്കെ എന്തെങ്കിലും ഷോർട്ടായാൽ ട്രിപ്പാകാതിരിക്കുന്ന ആകാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പണിതതോ എന്തെങ്കിലും ക്രമക്കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപക്ഷെ പുറത്ത് വരും, വരാതിരിക്കുക. പക്ഷെ പോയത് നിരപരാധികളുടെ ജീവനാണ്, ഒരുപാട് സ്വപ്നങ്ങളുള്ള. അതിന് അവരെ ഇനി നരകത്തിലോടും കൂടെ പറഞ്ഞയക്കണം. ശരീരം കത്തിക്കരിഞ്ഞു പോയി. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞത് എന്താണ്? അല്ല എന്ന് ഞാൻ പറയുന്നു, അല്ല എന്ന് ഞാൻ പറയുന്നു, രണ്ടുപേരും. അതുകൊണ്ട് ഇവരെക്കുറിച്ച് മാത്രമല്ല, ഇതുപോലെ നമ്മൾ വല്ലവരെയൊക്കെ ദുർവിധിയും പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനം നമുക്ക് തന്നെ അനുദവിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ സൂക്ഷിച്ചോടുക എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനം 3:1 മുതൽ 6 വരെ വാക്യങ്ങൾ, 7 വരെ വാക്യങ്ങൾ. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും
അവർ കണക്കാക്കി പീഡനമായി സമയമാകാതെ മരിച്ച് ജീവിച്ച് കൊതി തീർന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ദുർവിധി നടത്തും. ജീവിച്ച് കൊതി തീർന്നോ ഇല്ലയോ? 15-ാമത്തെ വയസ്സിൽ മരിച്ച ഡൊമിനിക് സാവി എന്നാൽ പിന്നെ വിശുദ്ധനാകത്തില്ലല്ലോ. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ യൂദാസ് പോയി കെട്ടുതൂങ്ങി ചത്തു. യൂദാസിന് പകരം നറുക്ക് വീണ മത്യാസ് ഉൾപ്പെടെ സ്നേഹത്തിൻ്റെ പ്രവാചകനായ യോഹന്നാൻ ഒഴികെ എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായിട്ടും കുരിശിൽ തറക്കപ്പെട്ടും എണ്ണയിൽ തൊലി ഉരിഞ്ഞും തിളച്ച എണ്ണയിലിട്ടുമൊക്കെ കൊല്ലപ്പെട്ട, വാളിനിരയായി മരിച്ച അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്രൂരമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു. ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പല വിശുദ്ധരുടെയും ചരിത്രത്തിൽ ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നത് എന്തിനാ? അതുകൊണ്ട് പ്ലീസ് പെര കത്തുമ്പോൾ വാഴ വെട്ടരുത്. അവരെ വീണ്ടും ബലി കൊടുക്കരുത്. പാവങ്ങൾ അവരെ വിധിച്ച് ശാപത്തിലേക്ക് പോകരുത്. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും ലോകപ്രകാരം മനുഷ്യരെ നോക്കിയാൽ അങ്ങനെ അനശ്വരമുള്ള പ്രത്യാശ ഉള്ളവരാണവർ. നല്ല വിശ്വാസികളുണ്ട്. ഒരു വീഡിയോ കണ്ടു, ഒരു സഹോദരൻ ഭക്തിഗാനം പാടി അതിൻ്റെ തലേദിവസം പാടി പിറ്റേന്ന് മരിച്ചു. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഈ കുവൈറ്റ് സംഭവത്തിൽ മരണത്തിൽ മരണപ്പെട്ടു. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. നമ്മൾ ശരീരത്തിൻ്റെ നാശമാണ് ക്വാളിഫിക്കേഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ ജീവിക്കല്ലേ, അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. ജ്ഞാനം 3:1-7. അവരായിരിക്കും ചിലപ്പോൾ കർത്താവിൻ്റെ കൂടെ വാനമയങ്ങളിൽ എഴുന്നള്ളി വന്ന് നമ്മളെ വിധിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വിധിയാളൻ ദൈവമാണ്. അറിവില്ലെങ്കിൽ പഠിക്കരുത്, പഠിപ്പിക്കരുത്. അറിവില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടത്തി തകർന്ന ഒത്തിരി മനുഷ്യർക്ക് വീണ്ടും ഉതപ്പുണ്ടാക്കരുത്. അവരാകെ തകർന്നിരിക്കുക. പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ മക്കളുടെ, മകൻ്റെ, മകളുടെയൊക്കെ വേർപാട് സമയമാകാതെ പോയി. അത് ജീവിച്ച് കൊതി തീർന്നില്ല. ആത്മാവ് അവിടെ നിന്ന് പോയിട്ടില്ല. ഇനിയും മരണം ഉണ്ടാകും. ഇതൊന്നും ക്രിസ്തീയ പാരമ്പര്യവും കാനനിലോ ക്രിസ്ത്യൻ വേദോപദേശത്തിലൊന്നും തരുന്നതല്ല. ഇതൊക്കെ എങ്ങാണ്ടൊന്നും കട്ടെടുത്ത് കൊണ്ടൊന്ന് വളച്ചെടുത്ത് കൊണ്ടിരുന്ന പ്രമാണങ്ങളാണ്. പിശാച് കൊണ്ടിടുന്ന നുണകളാണ്. അപ്പോൾ ആത്മാവിൻ്റെ മേലുള്ള പൂർണ്ണ അധികാരം ദൈവത്തിനാണ്. ഇത് ഇവിടെ വചനം പറയുന്നുണ്ട്, മത്തായി 10:28. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. തീപ്പൊള്ളി മരിച്ചോ, കെട്ടുതൂക്കി കൊന്നോ, തല്ലിക്കൊന്നോ, വണ്ടിയിടിച്ച് മരിച്ചോ, വാളിനിരയായോ? അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ റാണിമരിയുടെ നാടാണ് നമ്മത്. പെരുമ്പാവൂർ പുല്ലുവഴി ഇതിലുള്ള കുടുംബത്തിലെ കന്യാസ്ത്രീയായ മകള് കൊല്ലപ്പെട്ടു. പക്ഷേ ആ ക്രൂര കൊലപാതകയോട് ആ കുടുംബം ക്ഷമിച്ചത് ലോകം മുഴുവൻ കണ്ടതാണ് അല്ലേ? സമന്തർ സിംഗിനോട് ക്ഷമിച്ചു, മാപ്പ് കൊടുത്തു, മകനായി സ്വീകരിച്ചു സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾ. സിസ്റ്റർ റാണി മരിയ ദൈവത്തിൻ്റെ വിശുദ്ധയായ മകള്. അതുകൊണ്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നത് പാപമാണ്, അല്ലാതെ എങ്ങനെ മരിച്ചു എന്നുള്ള അവസ്ഥയല്ല. വിശ മരിയാഗോരേത്തിയുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. അലക്സാണ്ടർ എന്ന് പറഞ്ഞ വ്യക്തി നിഷ്കരുണം, പാപം ചെയ്യാൻ കൂട്ടു നിൽക്കാത്തതുകൊണ്ട് കുത്തി കൊന്നപ്പോഴും ആ മകൾ വിശുദ്ധിയിലേക്കാണ് ഉയർത്തപ്പെട്ടത്. അലക്സാണ്ടർ മാനസാന്തരപ്പെട്ടു. അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നുവെന്നാണ് മരണക്കിടക്കയിൽ കിടന്ന് വൈദികനോട് ആ മകൾ മൊഴി കൊടുത്തത്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഇതാണ് ക്രിസ്തീയമായ മരണവും ക്രിസ്തീയമായ യാത്രയപ്പും. അതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയ ആളെ ആശുപത്രിയിൽ നിന്ന് പേരുവെട്ടി വന്ന മാർപ്പാപ്പ ആശുപത്രി സന്ദർശിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ക്ഷമിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ടാണ്. നമ്മളാണെ പറയും അവനവൻ്റെ കുടുംബവും തലമുറയും ഇനി അനുഭവിക്കാൻ പോകണുള്ളെന്ന് പറയും. മാർപ്പാപ്പ എന്തോ വലിയ പാപം ചെയ്തിട്ടാണ് മാർപ്പാപ്പക്കെട്ട് കിട്ടിയെന്ന് പറയും. ഇതൊന്നും ക്രിസ്തീയമല്ല. വിധിയാളനാകല്ലേ.
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബാലനായിരുന്ന അവസ്ഥയിൽ പട്ടാള ട്രക്ക് ഇടിച്ച് ചോരയിൽ കുളിച്ച് കിടന്ന് അന്ന് മരിക്കേണ്ട അവസ്ഥ. അടുത്തുള്ള ദേവാലയത്തിന് മുകളിലിരിക്കുന്ന ഓർമ്മ വരുമ്പോൾ ആ ദേവാലയത്തിന് മുകളിൽ മാതാവിൻ്റെ തിരുസ്വരൂപത്തെ നോക്കി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എവിടെ നിന്നില്ലാതെ സഹായം കിട്ടി. അന്നേ മരിക്കേണ്ട ബാലന രക്ഷപ്പെട്ട് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി. അമ്മ മരിച്ചുപോയി, അപ്പം മരിച്ചുപോയി, സഹോദരി മരിച്ചുപോയി. പക്ഷേ നമ്മളാണെങ്കിൽ അന്നേ പടം മടക്കി നമ്മുടെ വഴി നോക്കി പോകും. എന്ത് ദൈവം എന്ന് പറയും. കത്തോലിക്ക സഭയുടെ പരമോന്നത പദവിയിലെത്തിയ ജോൺ പോൾ രണ്ടാമൻ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ ജീവിതത്തിൽ പോലും ഓരോ വിളക്കുമരത്തിന് ചുറ്റിലും നിഴലുകളുണ്ടാകുമെന്ന് പറയുന്നത് പോലെ സങ്കടങ്ങളുടെ, സഹനങ്ങളുടെ, മരണത്തിൻ്റെ നിഴലുകളൊക്കെ പുൽകിയത് നമ്മൾ കാണുന്നു. അപ്പോൾ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെ ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടണം. മത്തായി 10:28. ഇപ്പോൾ കുവൈറ്റിൽ മരിച്ചാലും ഇന്ത്യയിൽ മരിച്ചാലും റോമിൽ മരിച്ചാലും ഇതാ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? പെട്ടെന്ന് അതിങ്ങ് ഉറക്കത്തിൽ തന്നെ മരിച്ചു പോയവർ എന്ത് പാപം ചെയ്യുന്ന ദ്രോഹമല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികൾ അവരെക്കുറിച്ചോ ഏതെങ്കിലും മരിച്ചവരെക്കുറിച്ചോ ഇനി ഏതെങ്കിലും മരണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യങ്ങളാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊന്നും തലയിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ. വിധിയാളൻ ദൈവം മാത്രമാണ്. 1 കൊറിന്തോസ് 15-ാം അധ്യായം 56-57 വാക്യത്തിൽ മരണത്തിൻ്റെ ദംശനവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ് എന്ന് നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഇന്നത്തെ ദിവസം കിട്ടിയെങ്കിൽ അത് ബോണസാണ്. കിട്ടിയില്ലെങ്കിൽ അത് പാപമാണെന്നോ ദോഷമാണെന്നോ ഒന്നും പറയണ്ട. ഈജിപ്തിലെ വിശുദ്ധ അന്തോനിസ്, പാതുവാല വിശുദ്ധ അന്തോനിസ് അല്ല, ഈജിപ്തിലെ മറ്റൊരു വിശുദ്ധ അന്തോനിസ് പിതാവിനെ കാണാൻ 2 സഹോദരങ്ങൾ പോയി, കൂടപ്പിറപ്പങ്ങളാണ്. പോകുന്ന വഴി മരുഭൂമിയിൽ വെച്ച് ദാഹജലവും ഭക്ഷണവും ഇല്ലാതെ ഒരാൾ മരിച്ചു. പക്ഷേ മറ്റാളെ അന്തോനിസ് പിതാവിനുണ്ടായ ദർശനം അനുസരിച്ച് ശിഷ്യന്മാർ തോൽക്കുടത്തിൽ വെള്ളവും ഭക്ഷണവുമായിട്ട് ഓടിപ്പോയി ആശ്രമത്തിലേക്കുള്ള വഴിയിൽ വെച്ച് കണ്ടെത്തി വെള്ളമൊക്കെ കൊടുത്ത് രക്ഷിച്ച് എത്തി. എന്നിട്ട് ഫിലോക്കാലിയ താപസപിതാക്കന്മാരുടെ ചരിത്രം ഗ്രന്ഥകാരൻ ചോദിക്കുകയാണ്, മറ്റവൻ 2 പേരും സഹോദരങ്ങളാണ്, ഒരാൾ മഹാപാപിയായിരുന്നെന്നോ മറ്റൊരാൾ വിശുദ്ധനായിരുന്നെന്നോ പറയാനാകുകയില്ല. ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനം ഇതാണ്. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ മരണത്തെ വിധിക്കാതിരിക്കാനും മരിക്കുന്നവരെക്കുറിച്ച് അവദൂഷണം പറയാതിരിക്കാനായിട്ട്. ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനം ഇതാണ്. IMSലെ മുൻ സുപ്പീരിയറൊക്കെ ആയിരുന്ന വിനയാനന്ദച്ചൻ ഇങ്ങനത്തെ വിഷയത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ മരിച്ചതുകൊണ്ട് അവർ കൂടുതൽ മോശക്കാരായെന്നോ അല്ലെങ്കിൽ ഇയാൾ മരിക്കാതെ അന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് ഇയാൾ വാഴ്ത്തപ്പെട്ടവനായെന്നോ ഒന്നും പറയാനാകത്തില്ല. വീണ്ടും 1 തെസ്സലോനിക്കർ 4:14 ഈശോ മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ ഈശോയിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. ഈശോയിൽ വിശ്വസിച്ച സ്നാനപ്പെട്ട യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണോ അവർ കുവൈറ്റിൽ വെച്ച് കരിഞ്ഞു പോയാലും നാട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടാലും ആരെങ്കിലും തല്ലിക്കൊന്നാലും എവിടെയെങ്കിലും കിടന്ന് ആരാലും കാണപ്പെടാതെ മരിച്ചു കിടന്നാലും ശരി, ഈശോയിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നല്ല മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല മരണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചുറ്റും നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ചിരിച്ച് പോകുന്ന മരണം മാത്രമാണോ? എവിടെയായിരുന്നാലും ദൈവകരങ്ങളിലേക്ക് ആയിരിക്കാൻ സ്വീകരിക്കപ്പെടാനുള്ള ഒരു അവകാശവും ഒരു അധികാരവുമാണ് നല്ല മരണമെന്ന് പറയുന്നത്. തോബിത്ത് 4:17 നീതിമാന്മാരുടെ ശവകുടീരത്തിങ്കൽ അപ്പം വിതരണം ചെയ്യുക, പാപികൾക്ക് കൊടുക്കരുത്. അത്ര ശ്രദ്ധ വേണ്ട കാര്യമാണിത് എന്ന് വീണ്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റോമ 8:11 പറയുന്നുണ്ട്. ഈശോയെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈശോ മിശിഹായെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മൃതശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഒരമ്മാമ്മ അപ്പാപ്പനും കൂടെ ഇവിടെ വചനം കേൾക്കാനും കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാനൊക്കെ വരും. ഇവിടെ വന്നത് ഭയങ്കര ഇഷ്ടം. മകൻ വിദേശത്താണ്, 3 പെൺമക്കളുണ്ട്. മകൻ 3 പെണ്ണിനെയും കെട്ടിച്ചു.
അപ്പോൾ ഇവർ നല്ല ഭക്തിയുള്ളവരാണ്. ഇവർക്ക് സാധിക്കാത്തത് ആ അവസാനം ഉണ്ടായ മകനിലൂടെ സാധിച്ചത് ഇവരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. പുതിയ വീടൊക്കെ പണിതു, പഴയ വീട് അങ്ങനെ തന്നെയുണ്ട്. 3 പെണ്ണിനെ കെട്ടിച്ച് അവരുടെ എല്ലാ ചിലവും നടത്തി. അപ്പം പറഞ്ഞ ഇതാണ്, അവൻ്റെ കാല് കഴുകി തന്നിട്ട് കുടിക്കാൻ പറഞ്ഞാൽ ഞാൻ കുടിക്കും, കാരണം ഞങ്ങൾക്ക് സാധിക്കാത്തത് ഞങ്ങളുടെ മകനിൽ കൂടെ സാധിച്ചു, ദൈവം തന്നു എന്ന്. അപ്പോൾ ഇവർ മുടങ്ങാതെ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ വരും. ഈ അമ്മ പറഞ്ഞ ഇതാ, ഇവിടെ വരുമ്പോൾ മരിച്ചാൽ മതി എന്ന് പറയുമായിരുന്നു. ഇവിടെ കിടന്ന് മരിക്കണോ? ഞാൻ പറഞ്ഞു അയ്യോ ചതിക്കല്ലേ, ഞങ്ങളെ കഷ്ടത്തിലാക്കല്ലേ എന്ന് പറയും. പക്ഷേ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ അമ്മ എപ്പോഴും പറയുമായിരുന്നു, മരിക്കണവരെയും പ്രാർത്ഥനക്ക് വന്നം, വചനം കേൾക്കണം ബ്രദർ, എന്തൊരു ശനിയാഴ്ച ആകാൻ കാത്തിരിക്കുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഒന്ന് കൊണ്ടുപോയി ആക്ക് രണ്ടുപേരെയും കൂടെ. അപ്പോൾ അവർ സമ്മതിക്കൂല, ഓട്ടോ വിളിച്ചു കൊടുത്താൽ മതി, എനിക്കിപ്പം മാറും, ഇത്തിരി വെള്ളം തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആശുപത്രിയിൽ പോകാൻ ജന്മം ചെയ്താൽ സമ്മതിക്കൂല. അങ്ങനെ രണ്ടുപേരും കൂടി വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഇവിടെ എത്തിയപ്പോൾ ഫോൺ വന്നു, ആ അമ്മ മരിച്ചെന്ന് പറഞ്ഞു. ഇവിടെ കിടന്ന് മരിക്കേണ്ടത്, അവരുടെ പ്രാർത്ഥന ഇതായിരുന്നു. ഇവിടെ വചനമുള്ള സ്ഥലമാണ്, ഇവിടെ മാതാവുള്ള സ്ഥലമാണ്. ഈ ഭവനത്തിൽ വന്ന് അനേകർ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ കിടന്ന് മരിക്കാനാണ് ഈ അമ്മക്ക് ആഗ്രഹം. അപ്പനെങ്ങനെയാണെന്ന് അറിയില്ലെന്ന് പറയുമായിരുന്നു. ആ അമ്മ വീട്ടിലെത്തിയപ്പോൾ ആക്കിയിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ മരിച്ചെന്നും പറഞ്ഞ് ഫോൺ വന്നു. അപ്പോൾ 1 കൊരിന്ത്യർ 15:22 പറയും, ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ മരണമുണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇത് പറയുന്ന ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും ആര് എപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊരു തിട്ടവും ഇല്ല. റോമ 8:11 പറയുക, ഈശോയെ മരിച്ചവെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈശോമിശിഹായെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഈശോയുടെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ മരിച്ചാലും ഇതാ തൻ്റെ ആത്മാവിനാൽ നമ്മുടെ മർത്ത ശരീരങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതം ഇവിടം കൊണ്ട് തന്നെ അവസാനിക്കാനുള്ളതല്ല. 1 കൊരിന്ത്യർ 15 പൗലോസേ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ ശരണപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരേക്കാൾ ഹതഭാഗ്യരാണ്. അതുകൊണ്ട് ലോകപ്രകാരം ചിന്തിച്ച് വിധിച്ചുകൊണ്ടിരിക്കാതെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക്. എന്തോരം പ്രാർത്ഥിച്ചാലും തീരൂല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അപകടങ്ങളിൽ രോഗങ്ങളിൽ ഒക്കെ മരണമടഞ്ഞവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും, മരണം എന്നത് ഒരു ഉറപ്പുള്ള കാര്യവും ഒരിക്കൽ ഞാനും നിങ്ങളും ഇതിലൂടെ കടന്നു. ഇത്ര ഉറപ്പുള്ള ഒരു കാര്യം ലോകത്ത് വേറെ ഒന്നും ഇല്ല. അത്ര ഉറപ്പുള്ളൊരു കാര്യം മുന്നിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാം, ഊണിലും ഉണർവിലും ഉറക്കത്തിലും, രാവും പകലും. അല്ലാതെ വിധി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പറയാം അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, മോളെ കെട്ടിക്കാനുണ്ട്, പറമ്പ് വെക്കാനുണ്ട്. മോനെ പോരി, മോനെ ഷൈജപ്പ പോരി, മോനെ പത്രോസേ പോരി, മറിയാമ്മേ പോരി. പേടിക്കണ്ട, ആരെ വിളിച്ചാലും വിളിച്ചവൻ. സമയം ഒരു സഭാപ്രസംഗൻ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് 23 കാലങ്ങൾ. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, കല്ല് പിറക്കിക്കൂട്ടാനൊരു കാലം, എറിഞ്ഞു കളയാനൊരു കാലം. അതുകൊണ്ട് ഇത്ര ഉറപ്പുള്ള ഒരു കാര്യമാണ് മരണം. എപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കുവൈറ്റിൽ തീപ്പൊള്ളലിൽ ഫ്ലാറ്റിൽ മരണമടഞ്ഞവർക്ക് വേണ്ടി, ശ്വാസം മുട്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇപ്പോൾ അത്യാസന്ന നിലയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടവരെ, ആശ്വാസവാക്കുകളൊന്നും പറയാനില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് ഒരുക്കമുള്ളവരായി നമുക്കും ജീവിക്കാം. ദൈവം നിങ്ങൾക്ക് ആശ്വാസം തരും. മരണനേരത്ത് സഹായിക്കാൻ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഈശോയുടെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഉറക്കത്തിൽ പോലും ദൈവം കാണിച്ച സ്വപ്നം ആഴത്തിൽ വിശ്വസിച്ചത് ആ വാക്ക് അനുസരിച്ച് നിറവേറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഊണിലും ഉറക്കത്തിലും ഉണർവിലും രാവിലും പകലിലും
ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് നിറവേറ്റി ജീവിക്കാൻ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധന്മാരെ, കാവൽ മാലാഖമാരെ ദൈവഹിതം പോലെ ഞങ്ങളെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. മരണദിനത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കാനുള്ള കൃപ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ. ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ വചനത്തിൽ ഞങ്ങൾ വായിച്ച് കേട്ടത്. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് മരണദിനത്തെ ഓർത്ത്. പ്രഭാഷകൻ 28:6 ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക, ഒരുക്കമില്ലാതെ വെറുപ്പ് വെച്ചുകൊണ്ട്, വാശി വെച്ചുകൊണ്ട്, പ്രതികാര ചിന്ത വെച്ചുകൊണ്ട്, പ്രതികാരം ചെയ്തുകൊണ്ട്, മാനസാന്തരം ഇല്ലാതെ മരിച്ചു പോയാൽ ഇതിനേക്കാൾ വലിയ നാശം വേറെയില്ല. അല്ലാതെ ഒരുക്കത്തോടെ ജീവിച്ചിട്ട് എങ്ങനെ മരിച്ചാലും ആത്മാവ് ദൈവകരങ്ങളിലായിരിക്കും. ദൈവം നിങ്ങൾക്ക് സമാശ്വാസം തരട്ടെ, പുതിയ ബോധ്യങ്ങൾ തരട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രി എന്ന പ്രാർത്ഥനയോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. മരിച്ചവരെ ഓർത്ത് വിഷമിക്കുന്ന, നഷ്ടബോധത്തിൽ കഴിയുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊരാശ്വാസവും സമാധാനവും കിട്ടട്ടെ. അതുപോലെ നിങ്ങളുടെ കമൻസുകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്, വലിയ കുറ്റമാണ്. അവരുടെ പൊന്നും പണവും സമ്പത്തും കവർന്നെടുത്തിട്ട് കൈയും വീശി ഇരിക്കാനായിട്ട് പറ്റത്തില്ല, നമ്മുടെ കടമയാണ്. അവർക്കെല്ലാം വേണ്ടി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാം. ദൈവായുസ്സ് തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.